പത്തനംതിട്ടയിൽ ഏതായാലും പ്രളയഭീതി ഒഴിയുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പർ കുട്ടനാടൻ മേഖലകളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളക്കെട്ടുള്ളത്. മേഖലയിൽ വെള്ളം കാര്യമായ തോതിൽ ഇറങ്ങുന്നതും ആശ്വാസം തന്നെയാണ്. ഇന്നലെ രാത്രി മഴ മാറി നിന്നതോടെ ഇന്ന് കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങും എന്ന പ്രതീക്ഷയാണുള്ളത്. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ഏറ്റവും ആശങ്കപ്പെടുത്തിയ ജില്ലകളിൽ ഒന്നായ പത്തനംതിട്ടയിലെ സാഹചര്യമെന്ന് നമുക്ക് പരിശോധിക്കാം. സുജു, ഗുഡ് മോർണിംഗ്. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം പത്തനംതിട്ട ജില്ലയിൽ ഒഴിയുകയാണോ? തീർച്ചയായിട്ടും മനു, ഏറെ നാൾക്ക് ശേഷമാണ് മനു നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ മഴയില്ലാത്തൊരു പ്രഭാതത്തിൽ ഒരുമിച്ച് കാണുന്നത്. എന്തായാലും മഴ മാറുകയാണ്. ഇന്നലെ രാത്രി മഴ പൂർണ്ണമായും മാറി നിന്നിരുന്നു. ഇന്ന് രാവിലെ ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് പെയ്തിരുന്നത് എന്ന് പറയുമ്പോഴും ആളുകൾ ജാഗ്രത പാലിക്കണം. കാരണം ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. അപ്പം ആ അലേർട്ട് പ്രകാരമുള്ള ജാഗ്രത പാലിക്കണം. മഴ മാറുന്നു എന്ന് കരുതി നിർദ്ദേശങ്ങൾ ലംഘിക്കാൻ പാടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലൈവ് ചെയ്ത പമ്പയാറിൻ്റെ തീരത്തുള്ള പ്രദേശമായ കോഴഞ്ചേരിയിലൊക്കെ ആണെങ്കിൽ ഇന്നിപ്പം പത്തനംതിട്ട താഴൂക്കടവുള്ള അച്ചൻകോവിലാറിൻ്റെ സമീപത്താണ്. നമുക്ക് ഈ ജലനിരപ്പ് താഴുന്നു എന്ന ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാവും. കാരണം ആ പാലത്തിൻ്റെ തൂണുകളിലൊക്കെ കാണാൻ സാധിക്കും എത്രത്തോളം ജലനിരപ്പ് ഉയർന്നിരുന്നുവെന്ന് ആ ഇതിൽ നിന്ന് മനസ്സിലാവും. സമീപത്ത് ആ തീരത്തൊക്കെ വെള്ളം കയറിയതിൻ്റെ അടയാളങ്ങളും അവശേഷിക്കുന്നുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ മഴ കെടുതിയുടെ ആ രൂക്ഷത കുറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 126 ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ല താലൂക്കിലും കോഴഞ്ചേരി താലൂക്കിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന സ്കൂളുകൾക്ക് അവധിയാണ്. ഏറ്റവും പ്രളയക്കെടുതി ആദ്യം ബാധിച്ചത് റാന്നിയിലാണെങ്കിൽ പിന്നീട് അത് ആറന്മുളയിലേക്ക് എത്തുന്നു. ഇപ്പോഴും തുടരുന്നത് അത് തിരുവല്ലയിലാണ്. രൂക്ഷമായി തന്നെ തിരുവല്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ആളുകൾക്ക് വീട്ടിലേക്ക് തിരികെ എത്തി താമസിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ല. അത് ഇന്നൂടെ മഴ മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലർട്ടുകൾ പിൻവലിക്കുന്ന ഘട്ടത്തിൽ വീട് ശുചീകരിച്ചുകൊണ്ട് ആളുകൾക്ക് തിരികെ പോകാവുന്നതാണ്. എന്നാലും പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസമാണ് മഴ മാറിയത്. കാരണം 2018 മഹാപ്രളയത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ വലിയ ആശങ്കയാണ് ഉരുത്തിരിഞ്ഞത്. ഒരു കാര്യം കൂടി മനു, ഇപ്പോൾ സ്പെഷ്യൽ സെക്രട്ടറിയുടെ നിയമനത്തെക്കുറിച്ചൊക്കെ അഞ്ചു റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പത്തനംതിട്ട 2018 മഹാപ്രളയം ഉണ്ടായപ്പോൾ അന്നത്തെ നൂഹ്, നമുക്കറിയാം കളക്ടർ വളരെ ജനപ്രിയനായ കളക്ടർ കൂടിയായിരുന്നു. അപ്പോൾ നൂഹ് വന്നിട്ട് അധികം നാളായിരുന്നില്ല. ആ കാലത്ത് സ്പെഷ്യലായി തന്നെ മുൻ കളക്ടറായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ പത്തനംതിട്ടയുടെ ചുമതല കൊടുക്കുകയും അതിന് മേൽനോട്ടം വഹിക്കാൻ അങ്ങനൊരു സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അതായിരുന്നു അന്നത്തെ സർക്കാരിൻ്റെ ഭരണ സംവിധാനം. ഇന്ന് ക്യാമ്പുകളിൽ നിന്നൊക്കെ വലിയ പരാതി ഉയർന്നു. ഇപ്പോൾ സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായത്തോടെ തന്നെ ആ പരാതികളൊക്കെ ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഓരോ ദിവസത്തെ കാര്യങ്ങൾ അതത് ദിവസങ്ങളിലെ അപ്ഡേഷൻ ആവശ്യമാണ്. എന്തായാലും പത്തനംതിട്ടയിൽ നിന്ന് പ്രളയഭീതി ഒഴിയുകയാണ് മനു. ശരി, അപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായ അപ്പർ കുട്ടനാടിന്റെ ചില മേഖലകളിൽ മാത്രമാണല്ലേ വെള്ളക്കെട്ട് തുടരുന്നത്. മഴയില്ലാത്തതിനാൽ ആ വെള്ളവും വളരെ വേഗത്തിൽ ഇറങ്ങിപ്പോകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം, അല്ലേ സുജു? തീർച്ചയായിട്ടും നമുക്ക് ആറന്മുളയിലൊക്കെ ഈ വയൽ തീരത്തോടൊക്കെ താമസിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഇപ്പോൾ സ്വാഭാവികമുണ്ടും. പക്ഷേ അവിടെയൊക്കെ ശുചീകരണ പ്രവർത്തനം നടത്തി വീട്ടിലേക്ക് ഇനിയും തിരികെ എത്തണം. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് പോയിട്ടില്ല. പ്രത്യേകിച്ച് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. കാരണം അതിശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും സ്ഥിതിഗതികൾ സങ്കീർണമാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാ നദിയും ഇപ്പോൾ നമ്മൾ അച്ചൻകോവിലാറിൻ്റെ തീരത്ത് നിൽക്കുമ്പോഴും ജലനിരപ്പ് സാധാരണ തീരത്താഴ്ന്ന ലെവലിലേക്ക് പോയിട്ടില്ല. അത് ഓൾറെഡി അവിടെ വെള്ളമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായൊരു വീട്ടിലേക്കും കാര്യങ്ങൾ സുഗമമായി പോകുമെന്ന വിശ്വാസത്തിൽ എടുക്കുമ്പോൾ മാത്രമേ ആളുകൾക്ക് പൂർണ്ണമായി തിരികെ വീട്ടിലേക്ക് പോകുള്ളൂ. അപ്പം ആളുകൾ തിരികെ വീട്ടിലേക്ക് എത്തി എല്ലാ പ്രദേശങ്ങളും സുരക്ഷിതമായി എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. എന്നിരുന്നാലും വെള്ളക്കെട്ടൊക്കെ ആറന്മുളയിലെയും റാന്നിയിലെ ആദ്യ ദിവസങ്ങൾ തന്നെ മാറിയിരുന്നു. ആറന്മുളയായിരുന്നു, പിന്നീട് ഇന്നലെയും അവശേഷിച്ചു. അവിടെ വലിയ ആശ്വാസമായി. ഇനി അവശേഷിക്കുന്നത് അപ്പർ കുട്ടനാടൻ മേഖല, തിരുവല്ലയിലെ പെരിങ്ങര, ചാത്തങ്കേരിയൊക്കെ പോലെ സ്ഥലങ്ങളുണ്ട്. അവിടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളമുണ്ട്. അത് ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഒരു പക്ഷേ അത് എത്രത്തോളം ഇറങ്ങി എന്ന് നമുക്ക് രാവിലെ കൂടുതൽ അപ്ഡേഷൻ്റെ ആവശ്യമുണ്ട്. കാരണം രാത്രി മഴ മാറിയെന്നെങ്കിലും തിരുവല്ലയിൽ ചില സ്ഥലങ്ങളിൽ രാത്രിയിലും മഴ പെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു തോതൊരു പകൽ കുറച്ചുകൂടി സമയം കൂടെ കഴിഞ്ഞാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ, അല്ലെങ്കിൽ കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ മനു.